ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു അടിപൊളി കറി, വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ആയ ഒരു കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിത് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എടുക്കാം. അപ്പോഴേ നമുക്ക് ആദ്യം തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു ഇതിന് ശേഷം നമ്മൾ ആദ്യം ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കായപ്പൊടിയാണ്. അപ്പോൾ ഇച്ചിരി തീ കുറച്ചിട്ട് വേണം കായപ്പൊടി ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ. അപ്പോൾ കായപ്പൊടി ഇട്ടു. അതിനുശേഷം നമ്മൾ എന്താ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീരകമാണ്. അപ്പോൾ ഒരു നുള്ള് ജീരകം ഇടാം. ഇനിയും 2 പച്ചമുളക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പച്ചമുളക് അത് മുറിച്ചിട്ട് വെച്ചാൽ മതി. വലിയ എരിയുള്ള പച്ചമുളകൊന്നുമല്ല, അത് നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇച്ചിരി മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. എത്രയാണ് നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാം. അപ്പോഴേ ഇതുവരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നുപോലെ. പിന്നെ ആ ബെല്ലൈക്കണില്ലേ, ബെല്ലൈക്കൺ കൂടെ ഒക്കെ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചേർക്കാനുള്ളതല്ല. ഇപ്പം നമ്മുടെ മുളക് പൊടി റെഡിയായല്ലോ. മുളക് പൊടി റെഡിയായപ്പോഴത്തേക്കും നമുക്കിനി നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചേർത്ത് കൊടുക്കാവേ. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇത് വെന്ത് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് വേഗം പരിപാടിയൊന്നുമില്ല. ഈ കൂട്ടെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി വെച്ചാൽ മാത്രം മതിയല്ലോ. ജസ്റ്റ് ഒന്ന് ഇളക്കാവേ. അപ്പം നമ്മളിതെല്ലാം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ തീ ഇച്ചിരി കൂട്ടിയും വെക്കണം. നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഈ ഇതിൽ വേണം ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വരാൻ. ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന താമസമുള്ളൂ, നമ്മുടെ കറിയും സെറ്റാവും. അപ്പോഴേ ഈ കറിയെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ടൊന്ന് ഇട്ടാലേ നമുക്ക് ഒരു സന്തോഷമാകും. ഏതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ഒന്ന് തിളയ്ക്കണം. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിനി അടുത്ത ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അടുത്ത ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു നുള്ള് മഞ്ഞൾ പൊടിയാണ്. അപ്പോൾ മഞ്ഞൾ പൊടി നമ്മൾ സാധാരണ ഒരു നുള്ളല്ലേ ചേർക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു നുള്ള് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ മഞ്ഞൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇടുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസൂരി മേത്തിയാണ്. കസൂരി മേത്തി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മുടെ കറിക്കൊക്കെ ടേസ്റ്റ് കൂടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കസൂരി മേത്തി. അപ്പം നമ്മൾ കസൂരി മേത്തി ഇട്ട് അതും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇതിൻ്റെ അതെല്ലാം കിടന്നിട്ട് നമ്മുടെ ഗ്രേവി നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ രുചി ഇറങ്ങുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മഞ്ഞൾ കറി വെച്ചില്ലേ, മഞ്ഞൾ കറി വെച്ചിട്ട് അന്ന് നമ്മൾ മഞ്ഞൾ എടുത്തിട്ട് നമ്മുടെ കയ്യെ നിത്ത് വരെ സത്യം പറഞ്ഞാൽ മഞ്ഞൾ പോയിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് നമ്മുടെ ആ കറി കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ മഞ്ഞൾ പിടിക്കും. അപ്പം നമ്മളിനി അടുത്ത ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പാണ്. നമ്മുടെ ടേസ്റ്റിന് ആവശ്യമുള്ള അത്ര ഉപ്പ് ഇടുക. അധികം കൂടി പോകണ്ട. ആദ്യം തന്നെ അതിൽ ഉപ്പ് കൂടിയാൽ പിന്നെ എത്ര നല്ല കറിയാണെങ്കിലും ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നമ്മുടെ എല്ലാ സാധനവും നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിലൊക്കെ തെറിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല ചേർത്ത് കഴിയുമ്പോഴാണല്ലോ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നമുക്ക് ആവശ്യമുള്ളത്രയും ഗരം മസാല ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഗരം മസാല ഇട്ടിട്ടുണ്ട്.
ഇനി അത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ആയിക്കോളൂ. അപ്പം നമ്മുടെ ഈ ഒരു ഡിഷ് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ചാട്ട് മസാല എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കറികളിലൊന്നും അധികം ചാട്ട് മസാല ആഡ് ചെയ്യാറില്ല. ചാട്ട് മസാല ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ കറി നല്ല ടേസ്റ്റി ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക ഈ ഒരു സ്റ്റേജിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇച്ചിരി കറിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ല ഇച്ചിരി തിളച്ച് നമ്മുടെ ഗ്രേവി കുറയണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും എടുക്കാം. അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കാനുള്ള ഒരു സാധനം കൂടെ ഉള്ളൂ. അത് നമ്മുടെ മല്ലിയിലയാണ്. അപ്പം മല്ലിയിലയും കൂടി ഇട്ടാലാണല്ലോ നമ്മുടെ എല്ലാ കറികളും ഒരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ചില ആൾക്കാർക്ക് മല്ലിയില ഇഷ്ടമല്ല. അപ്പം നമുക്ക് എന്തായാലും മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ആവശ്യാനുസരണം മല്ലിയില ഇട്ട് കഴിയുമ്പോൾ സംഭവം സെറ്റാണ്. അപ്പം ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കറി റെഡി. ഇതിനി ഇരിക്കും തോറും ഈ കറിയുടെ കട്ടി കുറേ കൂടെ കൂടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒത്തിരി തിക്കായിട്ട് ഉണ്ടാക്കേണ്ട ഗ്രേവി ഇച്ചിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ടും തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ടി കൂടും. അപ്പം നമ്മുടെ കറി ഇന്ന് സെറ്റ്. അപ്പം നമുക്ക് ഉണ്ടാക്കിയ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പക്ഷെ നമ്മൾ പൂരിയൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ രാവിലത്തെ ദോശയാണ്, സാധാരണ നമ്മുടെ ഉഴുന്ന് അരിയൊക്കെ ഇട്ടുള്ള ദോശയില്ലേ, ആ ദോശയാണ്. അപ്പം എന്തായാലും നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പം നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറിയുടെ ടേസ്റ്റ് അല്ലേ ഇതിന്. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി സാധാരണ വെക്കുമല്ലോ, ആ ഒരു ടേസ്റ്റ് അല്ല. പക്ഷെ ഇതിനൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. പക്ഷെ സൂപ്പർ സാധനമാണ്. ഒരു ഇച്ചിരി ഉപ്പ് കൂടെ ഉണ്ടെങ്കിലും കൊള്ളാം. ഇപ്പം നമുക്ക് ഉപ്പ് കുറച്ച് ജാസ്തി ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി കുറച്ചിട്ടത്. അപ്പോൾ ആവശ്യം അനുസരിച്ചിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നവരാണെങ്കിലും ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണത്തില്ല, അപ്പോൾ അതിലൊന്ന് ഞെക്കിയാൽ മതി. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രചോദനം കൂടിയാകും. നിങ്ങളുടെ സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പം നമുക്ക് അടുത്തുള്ള വീഡിയോകളൊക്കെ നമുക്ക് കുറേ കൂടെ നന്നാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നാളെ തന്നെ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.